ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ലോകയുടെ ഒരു അനൗൺസ്മെന്റ് എന്ന് വെച്ചാൽ ഇന്ന് DQന്റെ ഈ പറയുന്ന പ്രൊഫൈലിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സർപ്രൈസ് ഇന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു സർപ്രൈസ് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ തമിഴിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ലോക കണ്ടവർക്കൊന്ന് പെട്ടെന്ന് കയറി ക്ലിക്ക് ചെയ്യാൻ തോന്നുന്നു. വെച്ചാല് നമ്മുടെ ടോവിനോയും അതുപോലെ തന്നെ DQയും കൂടെ നിൽക്കുന്ന ഒരു രണ്ടുപേരുടെ ഇങ്ങനെ ഇല്ല, എനിക്കിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സീനൊക്കെ ആയിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പം അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഈ ലോകം കണ്ടവർക്കറിയാം ആ രണ്ട് ക്യാരക്ടർ ആ സിനിമയിൽ എത്രത്തോളമാണ്. ഒരാൾ ചാത്തൻ, ഒരാൾ ഒടിയൻ. അവൻ നെക്സ്റ്റ് നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അടുത്ത സിനിമ എന്തായിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കളിയങ്കാട്ട് നീതിയൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ അടുത്തയിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇല്ലേ, നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ ഒരു തമിഴിൽ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് തന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഈ അനൗൺസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പം ഞങ്ങളുടെ രൂപം സെക്കൻഡിന്റെ ഒരു ഇല്ലേ ചാപ്റ്റർ സെക്കൻഡിന്റെ ഒരു അനൗൺസ്മെന്റ് ആയിരിക്കാം എന്നാണ് തോന്നുന്നത്. എന്തോരം നമുക്ക് ആ വീഡിയോ ഇത് 2 മിനിറ്റോളം ഉണ്ട് ഇല്ലേ. ഇപ്പൊ ഇവര് തമ്മിൽ എനിക്കൊന്ന് ഇപ്പൊ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇറക്കിയ വീഡിയോ ആയിരിക്കാം മേ ബി. ഇപ്പൊ നമുക്ക് എന്തോരം കണ്ടു നോക്കാം. എടോ എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കടോ. എപ്പോഴും വേണ്ട, വല്ലപ്പോഴും ഒരു 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം കൂടുമ്പോഴോ താല്പര്യമില്ല. അതെന്താ? നീ ഒരു ബോറനായതുകൊണ്ട്. കള്ളു കുടിച്ചാൽ 6 ബോറൻ. ഞാൻ ബോറനോ? താനാടോ ബോറൻ, ഞാൻ ഫണ്ണ. പിന്നെ മിസ്റ്റർ, ഈ കള്ളൂടി ഞങ്ങളെ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രീറ്റ്. ഞാൻ മാത്രമല്ല, എന്റെ 389 ബ്രദേഴ്സും ക്രോണിക് ആൽക്കഹോളിക്സ് ആണ്. കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഫണ്ണ കോപ്പാണ്. ഇയാളൊരു മാതിരി. എന്തിനാണ് അത്ര ബലം പിടിക്കുന്നത്? ഒന്ന് ഫ്രീ ആവണം. ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയാ ഫസ്റ്റ് ചാപ്റ്റർ അവളാ. കളിയങ്കാട്ട് നീതി, മൈ ഗേൾ. ചാപ്റ്റർ 2 ഞാനാ മോനെ. ആയിക്കോട്ടെ, പേപ്പർ ഞാൻ വായിച്ചായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഹിറ്റ്ലറിനെ തട്ടിയത് താനല്ലടോ? സത്യം പറ. അല്ല, ഇതിനകത്ത് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചാ. നിനക്കിപ്പോ എന്താ എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, അറിഞ്ഞായിരുന്നോ? പുള്ളി എൻ്റെ അത്ര ഫണ്ണല്ല, ചില വയലൻ്റാ. അറിയാം. മൂത്തോന് തന്നെയാണ് അവന് വേണ്ടത്. എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചേട്ടനല്ലേ. അതിന് എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും. വരുമോ? ഇയാളൊരു കൂട്ടം ജാടയാണ്, വരാന്ന് പറയടോ. അവനൊരു ഭ്രാന്തനാണ്. നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാനതിന് തരണം. ബ്രോ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? അല്ല ബ്രോ, എനിക്കറിയാം താൻ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. നീ വിളിക്ക്, നമുക്ക് നോക്കാം. പൊടിയും വരും, ചാത്തന്മാർ കൊണ്ടുവരും. ഈ ടോവിനോ ഡബിളാ. എനിക്കൊന്ന് മലയാള സിനിമയുടെ തന്നെ ഏറ്റവും കിടിലം പ്രൊമോഷൻ കൺസെപ്റ്റ് നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു വെറൈറ്റി എന്ന് വെച്ചാല് നമ്മള് തമിഴില് ഈ പറഞ്ഞോട്ട് ഈ ജയിലറിന്റെ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഈ അനിരുദ്ധമായിട്ടൊക്കെ ഉള്ള 1-2 നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മലയാളത്തിലേക്ക് ഇത് വന്നു. പക്ഷെ അതിനെക്കാട്ടി ഇപ്പൊ ഭയങ്കര ചിന്തിക്കാൻ പറ്റാത്ത സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ കണ്ടില്ലേ, എന്തോ എന്നെ വല്ലപ്പോഴൊക്കെ വിളിക്കണം, ഒരു 50 വർഷം കൂടുമ്പോഴോ ഒരു 100 വർഷം കൂടുമ്പോഴോ ഇടയ്ക്കൊക്കെ വിളി. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ അവരങ്ങനെയൊക്കെ ചിന്തിച്ച് പിന്നെ ഹിറ്റ്ലറിനെ കൊന്ന താനാണ് ഈ ബുക്കിനകത്ത് എഴുതി. കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കല്ലിയങ്കാട്ടുന്ന ഈ ചാത്തന്മാരെ അങ്ങനെ നമുക്ക് പക്ഷെ ഇനി വരുന്ന ജനറേഷൻസ് അങ്ങനെയല്ല, ഭയങ്കര അവർക്ക് സൂപ്പർ ഹീറോസ് ആയിരിക്കും. അവരുടെ സൂപ്പർ ഹീറോസ് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, നമ്മള് പണ്ടത്തെ നമ്മളുടെ ജനറേഷന് മുമ്പുള്ള ജനറേഷൻ ഇപ്പം ചന്തുവിനെ ചതിയൻ എന്നാണ് വിളിച്ചത്. പക്ഷെ വടക്കം വീരാതെ വന്നപ്പോഴത്തേക്ക് നമ്മളെ പുള്ളി ഒരു നായക സ്ഥാനമാണ് കൊടുത്തത്. അപ്പം
ആ ഒരു സെയിം കൺസെപ്റ്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വെച്ചാൽ കളിയങ്കാട്ട് നീലി, ചാത്തൻ അല്ലെങ്കിൽ ഒടിയൻ അങ്ങനെയുള്ളതിനെയൊക്കെ വെച്ചിട്ട് ഇല്ലേ ഈ ഇപ്പൊ ഹീറോ ആക്കി മാറ്റിയേക്കുവാണ്. അവര് നമ്മുടെ ഇടയിലുണ്ട്, അവര് ഹീറോ ആയിട്ട് ഇപ്പോഴും എവിടെയൊക്കെ ഉണ്ടെന്നുള്ള ഭയങ്കര വെയിറ്റിംഗ് കാണാൻ. സെക്കൻഡ് സത്യം പറഞ്ഞാൽ ഡിലേ ആക്കല്ലേ എന്നാണ് നമ്മുടെ ഒരു ഒരു താല്പര്യം, നമ്മുടെ ഒരു ആഗ്രഹം. പുതിയ എങ്ങനായിരിക്കും എന്നുള്ള ഒരു അടുത്ത വർഷം ചെറിയൊരു ത്രെഡ് തന്നിട്ടുണ്ട്. ത്രെഡ് എന്ന് പറഞ്ഞാൽ ഈ ടൊവിനോ ഡബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് ലോക കണ്ടവർക്ക് അറിയാം, അതിനകത്ത് ലാസ്റ്റില് ഒരു ഗുഹയ്ക്കകത്ത് കയറി കുറെ ആൾക്കാരെ കൊന്നു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിപ്പോ എല്ലാവരും കണ്ടവർക്കെല്ലാം അറിയാം. അപ്പൊ അതാണ് വില്ലൻ റോൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. വില്ലൻ അതാണ് കാണിക്കുന്നുണ്ട്. പിന്നെ ടൊവിനോയും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊന്ന് പല പല ചാത്തന്മാര് സർപ്രൈസ് എലമെന്റ്സ് ആണ്. 389 ചാത്തന്മാരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് DQന്റെ ഒരു എൻട്രികളെ പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ ഞാൻ നിന്നെ കൊണ്ടുവരും, എനിക്കൊരു ഹെൽപ്പിന് വേണ്ടി എന്നും പറയുന്നുണ്ട്. അപ്പൊ ഏകദേശം ആ ഒരു യൂണിവേഴ്സ് എന്താന്നുള്ളത് അവരൊരു ബ്രീഫായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ മേക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ സ്ക്രിപ്റ്റ് ഏത് രീതിയിൽ പോകുന്നുണ്ടോ നമുക്ക് കണ്ടതിനറിയാം. പക്ഷെ നമുക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. എന്ന് വെച്ചാൽ ഇതിന്റെ എന്ന് വെച്ചാൽ ഡയറക്ടർ ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാവർക്കും ഈ പറയുന്നത് ഒരു കോൺഫിഡന്റ് ഉണ്ട്. ഇപ്പൊ DQ ആണെങ്കിലും പല ഇന്റർവ്യൂവിനകത്തൊക്കെ ആണെങ്കിലും പലയിടത്തും വരുമ്പോഴും ഇവരുടെ ഈ ഒരു യൂണിവേഴ്സിനെ പറ്റി ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള കോൺഫിഡന്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു കോൺഫിഡന്റ് ആണ് ഇപ്പൊ ഫസ്റ്റിന്റെ വിജയം എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഓൾറെഡി പറഞ്ഞിട്ട് നീലിയാണ് ഏറ്റവും ഏറ്റവും ചെറിയ സൂപ്പർ ഹീറോ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ളവരുടെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ ഇവരുടെ ആ ഒരു കൺസെപ്റ്റ് ഇപ്പൊ ഹിറ്റ്ലറിനെ കൊന്ന കേസൊക്കെ പറയുന്നില്ലേ, അപ്പം അവരത്രയും ചിന്തിച്ചെന്നുള്ള ഇതൊക്കെ എങ്ങനെ ചിന്തിച്ചെടുക്കണം എന്നുള്ളൊരു സംഭവം അത് ഭയങ്കര ഒരു ബ്രില്യൻ സംഭവം തന്നെയാണ്. അപ്പൊ നമ്മളെ മലയാളത്തിലെ ഇല്ലേ വെൽഫെയർ യൂണിവേഴ്സ് ഇല്ലേ എന്ന് വെച്ചാൽ WLC അല്ലെങ്കിൽ LCU എന്നും പറയാം, ലോക യൂണിവേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് മലയാളത്തിന്റെ ആയിട്ടുള്ളൊരു കിടിലൻ സാധനം വന്നിരുന്നു. അപ്പം അടുത്ത എന്തുവായാലും കത്താനുള്ള സാധനമുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇവര് തന്നെ വന്നുള്ളതാണല്ലേ, ടൊവിനോയും DQവും വന്ന് തന്നെ ഇതിനകത്ത് ആ ഒരു വീഡിയോ അവർ ചെയ്തെന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം സീരിയസ് ആയിട്ട് അവർ ഈ ഒരു യൂണിവേഴ്സ് കാണുന്നുണ്ട്. അപ്പം ഓക്കെ, കിടിലൻ സാധനം വരുന്നത് ഭയങ്കര സംഭവം വരുന്നത്. നമുക്ക് സത്യം പറഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പോൾ എന്നുള്ളൊരു അവസ്ഥയാണ്. അത്രയും വെയിറ്റ് ചെയ്യുന്നുള്ളൊരു ഇത് നെക്സ്റ്റ് ഇയർ എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ഓണത്തിന് അടുത്ത വർഷം കാണുന്നത് വെച്ചാല് അത്യാവശ്യം നല്ല മേക്കിംഗ്, ഇനി ഒരു കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ടായിരിക്കും പടം ഇറക്കുന്നത്. അപ്പം എനിക്കൊന്ന് ഒന്നെങ്കിൽ ഒരു വെക്കേഷനോ പിള്ളേരുടെ വെക്കേഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓണത്തിനെയൊക്കെ സംഭവം എടുത്തിടുക. അതിൽ കൂടുതൽ ഡിലേ ആക്കരുതെന്നാണ് നമ്മുടെ റിക്വസ്റ്റ്. എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.